ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണെ നിൻ മണിമയിൽ ചാർത്തിയിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും തരാം നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം. ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ തുടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന പുഴവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരളിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. കതിരവനെതിരിടും ഇളമുളം കിളിയുടെ ചിറകിലരികെ അണയാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം. മാനത്തെ മാരിവിൽ ചില്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു യലിടാം. തിളതിളങ്ങുന്നൊരിളനിലാവിന്റെ കസവും ചൂടിക്കാം. പുഴയിൽ വീഴുന്ന പുലരി മഞ്ഞിന്റെ കുളിരും നേദിക്കാം. മനസ്സിലെ മരതകമണികളിൽ ഉണരുമൊരരിയ മധുരമണിയാം. പുതുമോടിപ്പാട്ടും പാടി കളിയാടാൻ വന്നോനേ, ഒരു വല്ലം പൊന്നും പൂവും കണി കാണാൻ വേണ്ടല്ലോ. ഇലവങ്കക്കാടും ചുറ്റി കൂത്താടും കലമാനേ, ഇടനെഞ്ചിൽ കോലം തുള്ളും പല മോഹം പാഴാണേ. സാറേ എന്തോ എന്തായിരുന്നു അത്? രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ ചെയ്തതാ. അടിപൊളി. ചേച്ചി രാഹുൽ ചേച്ചി
സൂപ്പറായിരുന്നു. ഒരു വല്ലം എനിക്ക് ആ ലാസ്റ്റിലത്തെ ആ ഡാൻസിന്റെ സെഗ്മെന്റ് അത് പൊളിച്ചടുക്കി. അതെ. അതൊരു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ആ സാധനം ലാസ്റ്റ് നിർത്തിയതും എല്ലാം കൊറിയോഗ്രാഫി കലക്കി. പടകാളി പെണ്ണേ പിന്നെ ആള് മൊത്തത്തിലൊന്ന് മാറി. അതെ. ആദ്യം വന്ന ആ രാഹുലിന്റെ പെർഫോമൻസിൽ നിന്നുമൊക്കെ ഒരുപാട് മാറി, ഒരുപാട് കോൺഫിഡൻസ് വന്നു. തുടക്കത്തിൽ എന്തെങ്കിലും മറന്നതുപോലെ ഒരു ഫീലിംഗ് മറന്നിട്ടില്ല, എല്ലാം ഞാൻ പാടിയിട്ടുണ്ട്. ഉണ്ട് പാടിയിട്ടുണ്ട്. ഒന്നും ഞാൻ വിട്ടിട്ടില്ല. പക്ഷെ തുടക്കം ഞാൻ വിട്ടിട്ടില്ല. എടുത്തപ്പോ ശരിയായില്ല ആ തുടക്കം പഞ്ച്. എന്തോ മറക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെയാണ് അത് അല്ല, അത് എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്നുള്ളത് മനസ്സിലായി. ഈ വരി തെറ്റിക്കുന്ന ഒരു പേരുദോഷമുണ്ട്. ഉണ്ട്. അതാ ഞങ്ങള് സംശയിച്ചത്. പോകരുത് എന്ന് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചെടുത്ത. ഞാൻ പ്രാവശ്യം പോയോന്നൊരു സംശയത്തില് തിരിച്ചു വന്നു. അല്ല, ഞാൻ എഴുതി പഠിച്ചിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോ ഒരു ടെൻഷൻ. തലയിലെടുത്ത് സത്യ സാറേ, വല്ലാത്തൊരു വിധിയാണ്. ഇതെല്ലാം സ്റ്റുഡൻസ് ഒക്കെ ഇരുന്ന് കാണണ്ടേ. സ്റ്റുഡൻസ് ഇത് കണ്ടിട്ട് ഇങ്ങനെ വിമർശനങ്ങൾ പറയാം. ഒരു പയ്യനുണ്ട് നമ്മളവിടെ പഠിക്കാൻ വന്ന, അവൻ വന്നിട്ട് പറഞ്ഞു സാറേ പരിപാടിയെ കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് വിരിഞ്ഞു. അപ്പൊ പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോ രക്ഷപ്പെടുന്നു പറഞ്ഞു. പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞു സാറേ ചുമ്മാ തമാശ പറഞ്ഞ പക്ഷെ പറഞ്ഞു. പക്ഷെ എന്നാലും അത് ഇങ്ങനെയുള്ള കുറെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. മോട്ടിവേഷൻ ആണ് അതൊക്കെ. പക്ഷെ എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നന്നായി, നല്ല പാടും. ഒന്നാമത് പാട്ടിന്റെ എനർജി ഭയങ്കര എനർജി അല്ലേ. ഇതിന്റെ ക്രിയേറ്റേഴ്സിനെ പറ്റി പറയും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് SP വെങ്കടേഷ് സാറാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. MG ശ്രീകുമാർ സാറും സുജാത മാമും പാടിക്കുന്ന പാട്ടാണ്. അവർ രണ്ടുപേരാണ് പാടിയിരിക്കണേ. പിന്നെ സിനിമ മിന്നാരം എന്ന് പറയുന്ന സിനിമ. ഡ്യൂവറ്റ് ഒറ്റയ്ക്ക് വന്ന് നിന്ന് പാടിയല്ലോ. അതൊരു ടാസ്ക് ആണ്. കാരണം ഇങ്ങനെ വരികൾ കയറി വരികയല്ലേ. ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പക്ഷെ ഇതിനകത്ത് ഒരു സംഗതി ഞങ്ങൾ ഇങ്ങനെ ഞാനും ശരത് സാറും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതെന്ത് ഇങ്ങനെ ഈ സംഗതി ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നത് പാടൂ, ഓമനിക്കാം. ഓരിലത്താളി ഞാൻ തേച്ചു തരാം അതന്നെ നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം. അതെന്താ അത്? ഓമനിക്കാം. എവിടെ? ഓമനിക്കാം. അതിന്റെ നെക്സ്റ്റ് വരി പാടൂ. ചാലിച്ച ചന്ദനം ഞാനൊരു നിന്റെ തുടുനെറ്റിപ്പൂവിലൊരുമ്മ വെക്കാം. രാഹുൽ പാടിയ സംഗതി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കും. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാടിയിരുന്നെങ്കിൽ ഓക്കെ, ബാക്കി ഇംപ്രവൈസ് ചെയ്തതാന്ന് വിചാരിക്കുക. ഇത് എവിടെ 4 ലൈൻസ് ഉണ്ട്, അതിലൊന്നിനും അത് വന്നില്ല. ഇംപ്രവൈസ് ചെയ്തല്ല, അറിയാതെ പാടിയതാ. അല്ല, തെറ്റി പഠിച്ചത് ഉറച്ചു പോയില്ലോ. അത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അങ്ങനെ എന്തായാലും രാഹുൽ നൈസ് പെർഫോമൻസ്. നല്ല ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്യിപ്പിച്ചു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. രാവിലെ സാറേ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല ഡെഫിനറ്റ്ലി നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അവസാനത്തെ ഡാൻസ് പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു റഷ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതർവൈസ് എനിക്ക് വേറെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. നല്ല ഇപ്പം മഞ്ജരി പറഞ്ഞ പോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പാടിയതും ഈ ഭാഗം. കാരണം അത് ഭയങ്കര രസമാണ്. ആ ഓമനിക്ക എന്ന് പറഞ്ഞ ഒരു ഭാഗമൊക്കെ ഭയങ്കര രസമാണ്. നല്ല ഉഗ്രനായിട്ടാണ് ശ്രീകുട്ടൻ ചേട്ടൻ പാടിയിരിക്കുന്നതൊക്കെ. അപ്പം അതിൽ നിന്ന് ഒന്ന് കേട്ട് നമ്മുടെ അകത്ത് സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട്. ഈ പടത്തിലെ എല്ലാ പാട്ടുകളും, ലില്ലി പാപ്പലോലി ഏതാണെങ്കിലും, അപ്പോൾ അത്രയും സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള പാട്ടിന്ന് ചെറിയൊരു മാറ്റം വരുമ്പോൾ നമുക്കുണ്ടാവും ചെറിയൊരു കുച്ചു മനസ്സിലായി. അങ്ങനെ മാത്രം കണ്ടാൽ മതി. അതിനെ അത്രേ ഉള്ളൂ കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. രാഹുലേ സാറേ എനിക്കിഷ്ടമായി രാഹുല് പാടിയത്. താങ്ക് യു സാർ. എന്ന് വെച്ചാൽ മറ്റുള്ള ഇതുപോലുള്ള ഈ ഓട്ടം ഫീൽ ചെയ്ത് എവിടാന്നറിയാം, ചരണത്തിന്റെ എൻഡ്. ആ കസവും കൊണ്ടൊരു ഓട്ടം അങ്ങോടി. എങ്ങോട്ടായിരുന്നത്? ഇനി ഒരു പെണ്ണ് കെട്ടാനുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചതാ. ചിലപ്പോ സന്തോഷിക്കായിരിക്കും. സമ്മതമാണോ? മുഖമൊക്കെ മാറി. ഇല്ല, അത് വേണ്ട കേട്ടോ. ആരോ ഒന്നിനകത്ത് തന്നെ എങ്ങനെയാ സഹിക്കുന്ന പിന്നല്ല. അപ്പൊ രാഹുലെ, ഈ പ്രധാനമായിട്ട് ആ ഓമനിക്കാം അതാണ് രാഹുലിന് ഇപ്രാവശ്യം ആപ്പായത്. മനസ്സിലായി. ബാക്കിയുള്ള അതിനു മുമ്പുള്ള സംഗതിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു.
എന്ത് രസമായിരുന്നു. അതുപോലെ നല്ല ശബ്ദമാണ് രാഹുൽ, നല്ലൊരു സുഖമുള്ള ശബ്ദമാണ്. നമുക്കൊരു ശബ്ദം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്. പിന്നെ ഓമനിച്ചത് അത്ര ശരിയായി. ഭാര്യ ഓമനിച്ചാൽ മതി, അപ്പൊ ശരിയായിക്കോളും കേട്ടോ. ചെയ്യാം സാർ. സാറിന്റെ ഡാൻസ് കിടിലം, അതെ, ആസാദ്യം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, ഓക്കെ, എന്താ ഇനി മാർക്സ് ചോദിക്കാം? ചോദിക്കാം. ഷാനിക. 8.8. ഒരു വല്ലം പൊന്നും താങ്ക് യു ഷാനിക. ശരത് സർ. 8.7. കാണാ കുന്നിൽ നിന്നും തിരുകോടി താങ്ക് യു ശരത് സർ. ചേച്ചി. രാഹുലിന്റെ ഈ പാട്ടിന്റെ മാർക്സ് ഈ ഗാനക്കുടത്തിലേക്ക് ഇടുകയാണ്. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 17.5.